രാഷ്ട്രീയത്തിൽ എക്കാലത്തും വലിയ കോളിളക്കം സൃഷ്ടിച്ച വിഷയങ്ങളിലൊന്നാണ് 2000-ൽ കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ പട്ടാഴി പ്രദേശങ്ങളിൽ നടന്ന കള്ളച്ചാരായ ദുരന്തം. 33 പേരുടെ ജീവനെടുത്ത ഈ സംഭവം കേരളത്തിലെ ഭരണ സംവിധാനത്തിലെ അഴിമതിയും മാഫിയയും എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയെന്ന് വിളിച്ചോതുന്നതായിരുന്നു. ഈ ദുരന്തം നടന്ന 2 പതിറ്റാണ്ടിന് ശേഷം അതിന്റെ നിഴൽ ഇപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ പിന്തുടരുന്നു എന്നതിന് തെളിവാണ് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങൾ. സുജിത് ചന്ദ്രൻ എന്ന വ്യക്തി പങ്കുവച്ച ദീർഘമായ കുറിപ്പാണിപ്പോൾ വിവാദങ്ങൾക്ക് ആധാരം. ഈ കുറിപ്പ് ഉന്നയിക്കുന്ന പ്രധാന വിഷയം മദ്യ ദുരന്തത്തിന്റെ മുഖ്യപ്രതിയായ മണിച്ചൻ എന്ന കള്ളച്ചാരായ വ്യാപാരിക്ക് അനധികൃത പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം നൽകിയ അന്നത്തെ ഭരണകക്ഷി നേതാക്കളിൽ ഒരാളായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. കള്ളച്ചാരായ മാഫിയയുടെ ഭരണകൂട ബന്ധങ്ങൾ മണിച്ചൻ എന്ന ക്രിമിനൽ ചിറയിൻകീഴ് തിരുവനന്തപുരം പ്രാന്തപ്രദേശങ്ങളിൽ വ്യാജ ചാരായം വിതരണം ചെയ്തത് അന്നത്തെ ഭരണകൂട സംവിധാനങ്ങൾക്ക് ഒത്താശയോടെയാണെന്ന് ആരോപണമുണ്ടായിരുന്നു. ഈ ആരോപണങ്ങൾക്ക് ബലം നൽകുന്ന തരത്തിലാണ് സുജിത് ചന്ദ്രന്റെ കുറിപ്പിലെ പ്രധാന ഭാഗം. മണിച്ചൻ രാഷ്ട്രീയ നേതാക്കൾക്ക് കൈക്കൂലിയായി നൽകിയ പണം കൃത്യമായി രേഖപ്പെടുത്തിയ പറ്റുബുക്ക്. ഈ പറ്റുബുക്ക് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിരുന്നെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ, അതായത് EK നായനാർ മന്ത്രിസഭയുടെ കാലത്ത് തങ്ങളുടെ നേതാക്കൾക്കെതിരെയായി ആവിയായി പോകുന്നത് സ്വാഭാവികമാണെന്നും അത് പിന്നീട് ഇല്ലാതാക്കപ്പെട്ടുവെന്നും കുറിപ്പിൽ ശക്തമായി വാദിക്കുന്നുണ്ട്. ഈ ഡയറിയിലെ പേരുകളിൽ ഏറ്റവും പ്രമുഖരിൽ ഒരാളായി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നിട്ടും പാർട്ടിയുടെ സംരക്ഷണത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടുവെന്നാണ് ആരോപണം. മണിച്ചന്റെ ഗോഡ് ഫാദർ എന്ന ആരോപണം നേരിട്ട ഈ സഖാവ് പിന്നീട് രാഷ്ട്രീയത്തിൽ വളർന്ന് സംസ്ഥാന മന്ത്രിയായി എന്നതിലെ രാഷ്ട്രീയ വൈരുദ്ധ്യമാണ് കുറിപ്പ്. ആരോപണങ്ങൾ മദ്യ ദുരന്തത്തിന്റെ കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. പിന്നീട് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഭരണകാലത്തേക്ക് കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. ഈ കാലഘട്ടത്തിലാണ് ശബരിമലയിൽ സ്വാമി അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള ആരംഭിച്ചതെന്ന് പണത്തോട് അമിതമായ ആർത്തിയുള്ള ഈ വ്യക്തിക്ക് അയ്യപ്പന്റെ വിഗ്രഹം പോലും വിറ്റ് സ്വത്ത് സമ്പാദിക്കാൻ മടിയായിരിക്കുമെന്നും കുറിപ്പ് ആരോപിക്കുന്നുണ്ട്. സാധാരണക്കാരായ അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാനും അവരുടെ അയ്യന്റെ വക കൊള്ളയടിക്കാനും കൂട്ടുനിന്നാൽ അതിൽ പങ്കുപറ്റിയിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ സംരക്ഷണം മാത്രം മതിയാകില്ല എന്ന കുറിപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദേവസ്വം ബോർഡ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജഡ്ജിമാരുടെ ഇടപെടലാണ് ഇത്തരം കൊള്ളകളിൽ നിന്നും ശബരിമലയെ ഒരു പരിധിവരെ രക്ഷിച്ചതെന്നും അവർക്ക് ബിഗ് സല്യൂട്ട് നൽകുന്നുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. മണിച്ചൻ എങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയുടെ മൂക്കിൻ തുമ്പിൽ തലസ്ഥാനത്ത് 25 കിലോമീറ്റർ അകലെ സർക്കാരിന്റെ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഒരു മാഫിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്ന് കുറിപ്പ് വിശദീകരിക്കുന്നുണ്ട്. അന്നത്തെ MLA-യുടെ സംരക്ഷണത്തിൽ മണിച്ചന്റെ വ്യാജ ചാരായ വാഹനങ്ങൾക്ക് എക്സൈസ് വകുപ്പിലെ സർക്കാർ ജീപ്പുകൾ മുന്നിലും പിന്നിലും കാവൽ നിന്നു. പോലീസും ഒത്താശ ചെയ്തു. സർക്കാർ നൽകുന്ന ശമ്പളത്തിന്റെ ഇരട്ടി മണിച്ചൻ ഉദ്യോഗസ്ഥർക്ക് നൽകിയെന്നും ഇതെല്ലാം ഈ രാഷ്ട്രീയ നേതാവിന്റെ സ്വാധീനത്തിലായിരുന്നുവെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. പൊതുവേദിയിൽ മണിച്ചനെ സാർ എന്ന് വിളിച്ച് മുണ്ടിന്റെ മടിക്കുത്ത് അഴിച്ചിട്ട് നിന്ന വ്യക്തി എന്ന വിമർശനവും ഇദ്ദേഹം നേരിട്ടിരുന്നതായി കുറിപ്പ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രതിഫലങ്ങൾ ഈ ആരോപണങ്ങൾ കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതിച്ഛായയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാർമ്മിക നിലപാടുകളെയും ചോദ്യം ചെയ്യേണ്ടതാണ്. തിരുവനന്തപുരത്ത് ഇദ്ദേഹം വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കൾ, ബിനാമി ഇടപാടുകൾ എന്നിവ പാർട്ടിക്കുള്ളിൽ തന്നെ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടെന്നും പക്ക അഴിമതി വീരനായ ഇദ്ദേഹം ഉടൻ ജയിലിൽ അഴികളിലേക്ക് പോകുമെന്നും കുറിപ്പ് പ്രവചിക്കുന്നുണ്ട്. ഈ വിഷയം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. മദ്യദുരന്തത്തിന്റെ ഇരകൾക്ക് നീതി ലഭിക്കുന്നതിൽ ഭരണകൂടത്തിന് സംഭവിച്ച വീഴ്ചകൾ, രാഷ്ട്രീയ നേതാക്കളുടെ അവിശുദ്ധ കൂട്ടുകെട്ടുകളെ കുറിച്ചുള്ള ആശങ്കകൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് അഴിമതിയുടെയും മാഫിയ ബന്ധങ്ങളുടെയും പേരിലുള്ള ആരോപണങ്ങൾ നേരിടുന്നത് പാർട്ടിയുടെ വിശുദ്ധിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കല്ലുവാതിക്കൽ മദ്യ ദുരന്തത്തിന്റെ ദുരൂഹതകളും തെളിവുകൾ ഇല്ലാതായ ചരിത്രവും നിലനിൽക്കെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ഈ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും കോളിളക്കം ഉണ്ടാക്കിയിരിക്കുകയാണ്. മണിച്ചനുമായുള്ള ബന്ധം, തെളിവുകൾ ഇല്ലാതാക്കിയത്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആരോപണം, ബിനാമി ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ ഗൗരവമായ പൊതു ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ ശരിയാണോ എന്നത് നിയമപരമായ അന്വേഷണത്തിലൂടെ തെളിയേണ്ട ഒന്നാണ്.